മഴത്തോരു മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. പ്രാർത്ഥനാ മന്ദിരത്തിൽ നിന്നും ഡോർമെട്രിയിലേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വൈജയന്തി. ഉച്ചതിരിഞ്ഞ് ഭജനയുണ്ടാവും, വൈകുന്നേരം ഗീതാപാരായണവും വ്യാഖ്യാനവും. കട്ടിലിൻ്റെ അരികിൽ നിലത്തിരുന്ന മൺകൂജയിൽ നിന്നും സ്റ്റീൽ ലോട്ടയിലേക്ക് വെള്ളം പകർന്നവർ കുടിച്ചു. ഉപവാസമായിരുന്നതിനാൽ ജലപാനം മാത്രമേ ഉള്ളൂ. വൈജയന്തി കട്ടിലിലേക്ക് കയറിയിരുന്നു. പ്രാർത്ഥനാ മഞ്ചരി വിടർത്തി മടിയിൽ വെച്ചു. ഈശ്വരനെ പ്രകീർത്തിക്കലല്ല പ്രാർത്ഥന എന്ന് ഗുരു പഠിപ്പിച്ചിട്ടുണ്ട്. അവനവനെ തന്നെ തിരിച്ചറിയലാണ് പ്രാർത്ഥന. അതിനുപകരിക്കാത്ത വാക്കുകൾ വ്യർത്ഥമാണ്. ഓരോ മന്ത്രവും ഓരോ വാക്കും ആത്മാർത്ഥതയോടെ മാത്രമേ ഉരുവിടാവൂ. അതിൻ്റെ അർത്ഥവ്യാപ്തിയിൽ നിന്നും അവനവൻ്റെ സ്ഥാനം ഗ്രഹിക്കണം. ഇതിൽ എത്ര അകലെയാണ് ഞാൻ, അല്ലെങ്കിൽ എത്ര അടുത്താണ് ഞാൻ എന്ന ബോധമാണ് ഉണ്ടാവേണ്ടത്. ഭൂമിയിലെ മറ്റേത് ജീവജാലങ്ങളുടേതിൽ നിന്നും ഭിന്നമായി മനുഷ്യന് മാത്രം ഒരു കാപട്യമുണ്ട്. ആത്മവഞ്ചനയാണത്. പെട്ടെന്ന് പുറത്തൊരു കാൽപ്പെരുമാറ്റം കേട്ട് വൈജയന്തി പുസ്തകത്തിൽ നിന്നും നോട്ടം തിരിച്ചു. ഗാർഗി മഠത്തിലെ വോളണ്ടിയറാണ് സന്യാസിനി ജ്യോതിർമയി ദേവി. വൈജയന്തിക്ക് സന്ദർശകരുണ്ട്. അവർ വാതുക്കൽ നിന്നുകൊണ്ട് പറയുകയാണ്. വൈജയന്തി എഴുന്നേറ്റ് നിന്നെങ്കിലും മറുപടി ഒന്നും പറഞ്ഞില്ല. വിശ്രമശാലയിൽ കാത്തു നിൽക്കുകയാണ് അവർ. കാണാൻ താല്പര്യമുണ്ടോ? വൈജയന്തി വിസമ്മതാർത്ഥത്തിൽ മെല്ലെ ശിരസ്സനക്കി. മക്കളും സഹോദരന്മാരുമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. പെട്ടെന്ന് വൈജയന്തിയുടെ മുഖം ഒന്ന് വിളറി. ഒരു വേവലാതിയും കണ്ണുകളിൽ ദൃശ്യമായി. വാതിക്കൽ നിന്ന ജ്യോതിർമയി ദേവി പിന്തിരിഞ്ഞു നടന്നു. വൈജയന്തി തളർന്നു. കതകിനും കട്ടിലിനുമിടയിൽ ഭിത്തിയിലേക്ക് ചാരി അങ്ങനെ നിന്നു. പതറിപ്പോകുന്ന മനസ്സിനെ പിടിച്ചെടുക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. അത് അപ്പുപ്പൻ താടി പോലെ പാറി പറന്നു പോയിക്കൊണ്ടേയിരുന്നു. അവർ ചുണ്ടുകൾ അമർത്തിപ്പിടിച്ചു, കണ്ണുകൾ ഇറുകെ അടച്ചു. ഭജഗോവിന്ദം 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 ഭജ മൂടമതേ. കൈവിട്ട് പാറിപ്പോയ മനസ്സ് പതിയെ പറന്നു താഴുന്നു. ഒരു തുമ്പിയെപ്പോലെ സ്വസ്ഥാനത്ത് വീണ്ടും വന്ന് കുടികൊള്ളുന്നു. ആരോ വിളിച്ചതുപോലെ തോന്നി. വൈജയന്തി കണ്ണു തുറന്നു. എവിടെയായിരുന്നു? സുസ്മേരവദനയായി അഭയാംബിക. ഒളിച്ചു നിൽക്കുകയായിരുന്നോ? നിഷേധരൂപേണ വൈജയന്തി തലയാട്ടി. അവരാരും തിരിച്ചു പോകാൻ കൂട്ടാക്കുന്നില്ല. കാണാതെ പോവില്ലെന്ന് നിർബന്ധമാണ്. സ്വന്തം കുഞ്ഞുങ്ങളല്ലേ, അവരോടൊരു വാക്കു പറഞ്ഞിട്ട് പോരാ. അവരെല്ലാം വലിയ സങ്കടത്തിലാണ്. ഹൃദയത്തിൻ്റെ ഒരു കുതിപ്പ് വൈജയന്തിയുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. പക്ഷേ ആ കാണാച്ചങ്ങല അവളെ പിടിച്ചു നിർത്തുന്നതും ആ മുഖത്ത് ദൃശ്യമായി. അലീന എന്നു പേരുള്ളൊരു പെൺകുട്ടി കൂടി വന്നിട്ടുണ്ട്. അക്കാര്യം പ്രത്യേകം പറയണമെന്ന് ഓർപ്പിച്ചു. തീർത്തും ദുർബലയും സ്തോഭപരവശിയുമായ ഒരു ബാലികയാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് അഭയാംബികയ്ക്ക് തോന്നി. അവളുടെ ഉടൽ വിറകൊള്ളുന്നുണ്ടായിരുന്നു. അവൾക്ക് താങ്ങാനാവാത്ത അത്ര പ്രക്ഷുബ്ധമാണ് അവളുടെ ഹൃദയത്തിലെ വികാര സമുദ്രമെന്ന് പ്രകടമായിരുന്നു. സ്വാമിനി അഭയാംബിക അവളുടെ ചുമലിൽ കരങ്ങളർപ്പിച്ച് പതിയെ അവളെ ആശ്ലേഷിച്ചു. ചുമലിൽ പതിയെ തലോടിക്കൊണ്ട് പറയുക, സാരമില്ല, ഞാൻ അവരെ സമാധാനിപ്പിച്ചോളാം. അവരുടെ തോളിലേക്ക് ചുടുകണ്ണീർ ഇറ്റിറ്റു വീണുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് മനുശങ്കറും ശ്രീകുമാറും വിശ്രമശാലയ്ക്ക് പുറമെ അങ്ങിങ്ങി ചുറ്റി നടന്നു. മനുശങ്കർ ആശ്ചര്യത്തോടെ പറയുകയാണ്, ഇത് കൊള്ളാലോ ഈ സ്ഥലം. അപ്പോൾ ശ്രീകുമാർ, ഇതിനു മുൻപ് ഇത് കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ നല്ല പരിചയമായി. ഞാൻ ഇടയ്ക്കിടെ വരും ചേച്ചിയുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ. ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ടൊരു ട്രസ്റ്റ്, വികലാംഗർക്കും സ്ത്രീകൾക്കും മാനസിക രോഗികൾക്കും പ്രത്യേകം അഭയ കേന്ദ്രങ്ങൾ, കൗൺസിലിംഗ് സെന്റർ, യോഗയിലൂന്നിയ ധ്യാന പരിശീലന കളരി, വേദപഠന ക്ലാസുകൾ. മനുശങ്കർ ചോദിക്കുകയാണ്, എന്നിട്ട് ഒരു തവണയെങ്കിലും ആൻറ്റിയെ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഗാർഗി മഠത്തിലിരിക്കുമ്പോൾ ആരെയും കാണാൻ പറ്റില്ല. അത് സ്ത്രീകളുടെ ഏറിയയാണ്. അല്ലാതെ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. ചിലപ്പോൾ ഗുരുപ്രഭാഷണം നടത്തുന്ന ഹാളിൽ വെച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥനാ മന്ദിരത്തിൽ വെച്ച്. അപ്പോഴെല്ലാം മറ്റാളുകളും ഉണ്ടാവും. എന്നെ നോക്കാറില്ല, കണ്ടാലും അടുത്തു വരികയുമില്ല. അവർ നടന്നു വന്ന് വീണ്ടും വിശ്രമശാലയിലെത്തി. അവിടെ എല്ലാവരും പ്രതീക്ഷ വെടിയാതെ കാത്തുനിൽപ്പ് തുടരുന്നുണ്ട്. അലിനയ്ക്കാണ് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് മുഖം കണ്ടാൽ അറിയാം. മനുശങ്കർ അപ്പോൾ ആരോടൊന്നില്ലാതെ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ഇങ്ങനെ മിണ്ടാതെ വരിഞ്ഞു മുറുക്കിയതുപോലെ നിൽക്കുന്നത് എന്തിനാ? ആ ചോദ്യം തന്നോടാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. സന്യാസിനി വേഷം ധരിച്ചൊരു സ്ത്രീ വിശ്രമശാലയുടെ നേർക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. യോഗിനിയാണെന്ന് ഗംഗാധരമേനോനും ശിവശങ്കരമേനോനും മനസ്സിലായി. മുൻപ് കണ്ട ഓർമ്മയുണ്ട്, പക്ഷെ പേര് വിട്ടുപോയി. അവർ വിശ്രമശാലയിൽ വന്നു കയറി. പുഞ്ചിരിയോടെ ഓരോരുത്തരെയും നോക്കി. തുടർന്നവർ ഗംഗാധരമേനോനോടും ശിവശങ്കരമേനോനോടുമായി പറയുകയാണ്, നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. ഉവ്വെന്ന് രണ്ടുപേരും തലയാട്ടി. അഭയാംബികയെന്നാണ് എൻ്റെ പേര്. ഇവിടെ പേരിനൊന്നും വലിയ അർത്ഥമില്ല. സന്യാസിനി എന്ന് കരുതിയാൽ മാത്രം മതി. ഉടനെ ഗംഗാധരമേനോൻ അക്ഷമനായി പറയുകയാണ്, ഞങ്ങളിവിടെ കുറേ നേരമായി കാത്തു നിൽക്കുകയാണ്. നിങ്ങളുടെ സഹോദരിക്ക് ഇന്ന് ഉപവാസമാണ്. അവൾക്ക് നിങ്ങളെ വന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ഗംഗാധരമേനോൻ പെട്ടെന്ന് തന്നെ അമർഷത്തോടെ പറയുകയാണ്, ഞങ്ങൾ 200 കിലോമീറ്ററോളം യാത്ര ചെയ്തു വരികയാണ്. അന്യരൊന്നുമല്ല. ഈ കുട്ടികൾ അവൾ പ്രസവിച്ച മക്കളാണ്. നിങ്ങളുടെ സഹോദരിക്ക് അറിയാലോ ഇവരാണ് വന്നിരിക്കുന്നതെന്ന്.
ഞങ്ങളല്ല അവളെ തടയുന്നത്, തടസ്സം അവളുടെ മനസ്സു തന്നെയാണ്. അഭയാംബിക ഓരോരുത്തരെയും മാറി മാറി നോക്കി ശാന്തതയോടെ തുടർന്ന് പറയുകയാണ്. അവൾക്കൊരു വീഴ്ച പറ്റി. അവിടുന്ന് എഴുന്നേൽക്കുന്നതേ ഉള്ളൂ. താൻ ആരാണെന്നും എന്താണെന്നും എവിടെയാണെന്നും അവൾ മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. അവൾ ആദ്യം സ്വയം തിരിച്ചറിയട്ടെ, അതിനുശേഷം നിങ്ങളെ. എല്ലാവരുടെയും മുഖത്ത് നിരാശയുടെ നിഴൽ വീണു. സ്വാമിനി വീണ്ടും പറയുകയാണ്, നിങ്ങളിങ്ങനെ കൂടെ കൂടെ വരേണ്ട ആവശ്യമില്ല. അത് അവളുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തും. നിങ്ങൾ ആരും വിളിക്കാതെ, ആരും കൂട്ടിക്കൊണ്ടു പോകാതെ സ്വയം പ്രേരിതമായി അവൾ തിരിച്ചെത്തുന്നതല്ലേ നല്ലത്. ഇപ്പോൾ അവൾക്ക് സ്വാസ്ഥ്യം കൊടുക്കുക. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവർ വീണ്ടും ചോദിക്കുകയാണ്, ആരാണ് ഈ കൂട്ടത്തിൽ അലീന? അഭയാംബികയുടെ നോട്ടം അലീനയിൽ തന്നെ ചെന്ന് പതിഞ്ഞു. അവൾ ഒന്ന് അനങ്ങി നിന്നു. അഭയാംബിക അലീനയുടെ സമീപം ചെന്ന് നിന്നു. അവളുടെ കരം ഗ്രഹിച്ചു. അലീനയുടെ മിഴികൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യോഗിനി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, സമാധാനമായിരിക്കുക. അനന്തരം എല്ലാവരുടെയും നേർക്ക് അവർ കൈകൂപ്പി തൊഴുതു. എന്നിട്ട് പറയുകയാണ്, ഞാൻ വരട്ടെ, ജോലി കൂടുതലുള്ള ദിവസമാണെന്ന്. അവർ പുഞ്ചിരിയോടെ വിശ്രമശാല വിട്ടിറങ്ങി. അലീന ചുരിദാറിന്റെ ഷാൾ കൊണ്ട് കണ്ണു മറച്ചു. പുരുഷന്മാർ ഓരോരുത്തരായി വിശ്രമശാലയിൽ നിന്ന് പുറത്തു കടന്നു. മാലതി മേനോൻ അലീനയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. പോകാം. അലീന മെല്ലെ തലയാട്ടി. പൂഴിമണ്ണിൽ വേർതിരിച്ചു വരച്ചിട്ട നടപ്പാതയിലൂടെ തിരിച്ചു പോരുമ്പോൾ കൃഷ്ണജയും ബബിതയും നാലുപാടും നോക്കുന്നുണ്ടായിരുന്നു. അമ്മ ഏതോ കെട്ടിടത്തിലിരുന്ന് ഒരു ജാലക പഴുതിലൂടെ തങ്ങളെ കാണുന്നുണ്ടാവുമെന്ന് കൃഷ്ണജ വിചാരിച്ചു. ആശ്രമത്തിൽ നിന്നും പുറത്തു കടന്ന ശേഷം ശിവശങ്കരമേനോൻ ശ്രീകുമാറിനോടായിട്ട് പറയുകയാണ്, അങ്ങനെ ഈ വരവും വെറുതെയായി. അപ്പോൾ ശ്രീകുമാർ, എല്ലാവരും കൂടി വന്ന് വിളിച്ചില്ല എന്നൊരു വല്ലായ്മ ഇനി ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് അയാൾ പറയുകയാണ്, എന്തായാലും ഇത്രടം വരെ വന്നതല്ലേ, വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം. ഇടപ്പഴഞ്ഞിയിലുള്ള തൻ്റെ വീട്ടിലേക്ക് ശ്രീകുമാർ അവരെ ക്ഷണിച്ചു. ഇന്നിനി സമയമില്ല ശ്രീകുമാറെ, ഇപ്പോൾ തന്നെ മണി 3 കഴിഞ്ഞു. നാളെ നീലഗിരിക്ക് തിരിച്ചു പോകേണ്ടവരാണ് ഞാനും മാലതിയും. ഗംഗാധരമേനോൻ അത്രയും പറഞ്ഞതോടെ ശ്രീകുമാർ പിന്നെ നിർബന്ധിച്ചില്ല. പിരിയുമ്പോൾ അയാൾ അലീനയോട് പ്രത്യേകം യാത്ര പറഞ്ഞു. ശ്രീകുമാർ ഇന്ന് ആദ്യമായാണ് അലീനയെ കാണുന്നതും പരിചയപ്പെടുന്നതും. 24 വർഷം മുമ്പ് അവളെ അനാഥാലയത്തിലേക്ക് തള്ളിയതിൻ്റെ സൂത്രധാരൻ തൻ്റെ അച്ഛനായിരുന്നല്ലോ എന്നൊരു ജാള്യവും വല്ലായ്മയും ശ്രീകുമാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. തിരികെ പോരുവാൻ വേണ്ടി കാറിലേക്ക് കയറുമ്പോൾ മനുശങ്കർ അച്ഛനോടായി പറയുകയാണ്, മടക്കം MC റോഡ് വഴിയല്ല, ഹൈവേയിൽ കൂടിയാ, ഞങ്ങൾ മുൻപേ പോകാം. അതെന്താ ഒരു വഴിമാറ്റം? ശിവശങ്കരമേനോന്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ പറയുകയാണ്, ഈ വഴിയാണ് എളുപ്പം, ആയൂർ, പുനലൂർ, പത്തനംതിട്ട വഴി. ഗംഗാധരമേനോനും ചോദിക്കുകയാണ്, നമ്മൾ വന്ന വഴിയല്ലേ മനു മെച്ചം? അതിന് മനുശങ്കർ, പത്തനംതിട്ട വഴിയും നല്ലത് തന്നെയാണ്, പക്ഷെ മടങ്ങുന്ന വഴിക്ക് അലീനയ്ക്ക് ഒരു സ്ഥലത്ത് കയറാനുണ്ട്. ആരും പിന്നെ എതിരഭിപ്രായമൊന്നും പറഞ്ഞില്ല. മനുശങ്കർ അലീനയുടെ കാറിലേക്ക് കയറിയിട്ട് പറയുകയാണ്, ഞങ്ങൾ മുൻപേ പോകാം. ശിവശങ്കരമേനോന്റെ കാറ് ആ കാറിനെ പിന്തുടർന്ന് ചെന്നു. ബൈപ്പാസിലൂടെ കഴക്കൂട്ടത്തെത്തിയ ശേഷം അലീനയുടെ കാറ് ഇടത്തേക്ക് തിരിഞ്ഞ് കണിയാപുരം റോഡിൽ കടന്നു. തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടയിൽ ആലോചിച്ചൊരു പ്ലാനായിരുന്നു അത്. അലീനയ്ക്ക് പഴയ സ്നേഹനികേതനം ഒന്ന് കാണണം, തൊട്ടടുത്ത കന്യാസ്ത്രീ മഠത്തിലും ഒന്ന് കയറണം. അത് കേട്ടപ്പോൾ മനുശങ്കറിനും രോഹിത്തിനുമെല്ലാം താല്പര്യമായി. അലീന ചേച്ചി വളർന്ന സ്ഥലമല്ലേ, നമുക്കും കാണണം. ബബിതയ്ക്കും ഉഷാറായി. തിരിച്ചു വരുമ്പോൾ നാഷണൽ ഹൈവേ 47 പോരാമെന്ന് അവർ കണക്ക് കൂട്ടി വെച്ചു. കാറുകൾ ആദ്യം കോൺവെന്റിലേക്കാണ് പോയത്. കോൺവെന്റ് ഗേറ്റിന് മുൻപിൽ കാറുകൾ നിന്നു. കൃഷ്ണജ വേഗം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ആവേശത്തോടെ പറയുകയാണ്, ഞാനിവിടെ വന്നിട്ടുണ്ട്. അവളും ബാലചന്ദ്രമേനോനും കൂടിയായിരുന്നു ആദ്യം അലീനയെ കൂട്ടിക്കൊണ്ടു പോകാനായി അവിടെ എത്തിയത്. ശിവശങ്കരമേനോനും ഈ സ്ഥലം പരിചയമുണ്ടായിരുന്നു. അമ്മയെ നോക്കാനുള്ള പെൺകുട്ടിയെ കാണാൻ വന്നതും റിക്രൂട്ട് ചെയ്തതും അയാളായിരുന്നു. കോൺവെന്റിലെ കന്യാസ്ത്രീകൾ അലീനയെ തിരിച്ചറിഞ്ഞു. വീണ്ടും അവളെ കാണാൻ കഴിഞ്ഞതിൽ അവർ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. അലീന കൂടെയുള്ളവരെയെല്ലാം കന്യാസ്ത്രീകൾക്ക് പരിചയപ്പെടുത്തി. താനിവിടെ നിന്ന് പോയതിനു ശേഷം തൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച മാറ്റങ്ങളെപ്പറ്റി ഒരു ലഘു വിവരണം അലീന അവർക്ക് നൽകി. നിന്നെ ദൈവം അനുഗ്രഹിച്ചു എന്ന് അവർ കൂടെ പറയുന്നുണ്ടായിരുന്നു. കന്യാസ്ത്രീകൾ എല്ലാവർക്കും ചായ കൊടുത്തു. കോൺവെന്റിൽ നിന്നും കുറച്ച് അകലമേ ഉണ്ടായിരുന്നുള്ളൂ പഴയ സ്നേഹനികേതനം സ്ഥിതി ചെയ്യുന്ന ഇടത്തേക്ക്. അലീനയും സംഘവും അവിടേക്ക് പോയപ്പോൾ ഒരു കന്യാസ്ത്രീയും കൂടെ ചെന്നു. ഒരൽപ്പം മാത്രം തുറന്നു കിടന്ന തുരുമ്പ് പിടിച്ച ഗേറ്റിനപ്പുറത്ത് പെയിന്റ് അടർന്ന് പായൽ പിടിച്ചൊരു കെട്ടിടം. അതിൻ്റെ സൺഷെയ്ഡിലും ടെറസിലും പോലും കളകൾ വളർന്നു നിൽക്കുന്നു. മുറ്റവും പരിസരവുമെല്ലാം കാടു പിടിച്ചു കിടക്കുകയാണ്. കെട്ടിടത്തോടനുബന്ധിച്ചുണ്ടാക്കിയിരുന്ന വലിയ ഷെഡിന്റെ ആസ്ബറ്റോസ് ഷീറ്റുകൾ തകർന്നു കിടക്കുന്നു. കെട്ടിടത്തിന്റെ ജനാല ചില്ലകൾ മിക്കതും പൊട്ടിയിരുന്നു. എല്ലാവരും അവിടേക്ക് നോക്കി നിൽക്കുമ്പോൾ കന്യാസ്ത്രീ പറയുകയാണ്, ഇത് ഇടിച്ചു കളഞ്ഞിട്ട് വേറെ വീട് വെക്കാൻ ആലോചിച്ചതാ ഇത് വാങ്ങിയവർ. പ്ലാൻ വരച്ച് അളന്ന് കുറ്റിയടിച്ചതുമാണ്. അതിനിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അയാളങ്ങ് മരിച്ചു. പിന്നീട് സ്വത്ത് വീതം വെച്ചപ്പോൾ ഡൽഹിയിലുള്ള മകൾക്കാ ഈ വീട് കിട്ടിയത്. അന്നു മുതൽ അതിങ്ങനെ കിടക്കുക. താൻ 23 വർഷം ജീവിച്ച കെട്ടിടത്തിന്റെ ദുരവസ്ഥ കണ്ട് ഹൃദയവ്യതയോടെ നിൽക്കുകയായിരുന്നു അലീനയപ്പോൾ.
അവൾ ഗേറ്റ് കടക്കാൻ ഭാവിച്ചപ്പോൾ കന്യാസ്ത്രീ പറഞ്ഞു, പോണ്ട മോളെ, പാമ്പൊക്കെ കാണും. ഞാനൊന്ന് കണ്ടിട്ട് വരാം. അവൾ ഭയലേശമില്ലാത്ത കുറ്റിക്കാടുകളും മുൾച്ചെടികളും വകഞ്ഞു മാറ്റി അതിൻ്റെ മുറ്റത്തെത്തി. ബബിതയും രോഹിത്തും മനുശങ്കറും പിന്നാലെ ചെന്നു. അലീന വികാരാധീനയായി പറയുകയാണ്, ഇവിടെയാണ് ഞാൻ പിച്ച വെച്ചത്, ഈ മുറ്റത്ത്. അവൾ അതിൻ്റെ നീണ്ട വരാന്തയിലേക്ക് കയറി. അതിൻ്റെ തൂണുകൾ അടർന്നു തുടങ്ങിയിരുന്നു. വരാന്തയിലെല്ലാം പൊടിയും കരിയിലകളും ചീട്ടുകളും. ഞാൻ ഈ വരാന്തയിലിരുന്ന് പഠിക്കും, ഹോംവർക്ക് ചെയ്യും. ഇവിടെ ഇരുന്നുകൊണ്ട് പുറത്തെ ലോകത്തെയൊക്കെ നോക്കും. ഒരു തരം ലഹരി ബാധിച്ചതുപോലെ അവൾ ഉത്തേജിതയായിരിക്കുന്നുവെന്ന് മനുശങ്കർ കൗതുകത്തോടെ നിരീക്ഷിച്ചു. തിരുവനന്തപുരത്ത് ചെന്നിട്ട് അമ്മയെ കാണാൻ പറ്റാതെ പോകുന്നതിൻ്റെ നിരാശയെല്ലാം പോയിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഉത്സാഹത്തോടെ അവൾ കെട്ടിടത്തിൻ്റെ ചുറ്റിലും നടന്നു. തുടർന്ന് പൊട്ടിയ ഒരു ജനാലയിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറയുകയാണ്, മനുവേട്ട, ഇതായിരുന്നു ബ്രിജീത്ത മമ്മിയുടെ മുറി. പിന്നെ അവൾ മറ്റൊരു ജനാലയ്ക്കലെത്തി. ഇവിടെയായിരുന്നു ഞാനും രേവതിക്കുട്ടിയും ചിന്നുമോളും. അവളുടെ ആവേശം കണ്ട് ബബിത അർത്ഥഗർഭമായി മനുശങ്കരെ നോക്കി. ആ മെസ്സ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അലുമിനിയം ഷീറ്റുകൾ കൊണ്ട് 4 ഭാഗവും മറച്ചിരുന്നു. പ്ലൈവുഡ് വെച്ച് പല മുറികളായി വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബബിത പറയുകയാണ്, മതി അലീന ചേച്ചി, പോകാം. അലീന ആശ്ചര്യത്തോടെ അവളെ ഒന്ന് നോക്കി. പിന്നെ ജാള്യത്തോടെ ഓർത്തു, ഇവിടുത്തെ ഓരോ മൺതരികളും തനിക്ക് മാത്രമാണ് പ്രിയപ്പെട്ടത്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് പാഴായും ശൂന്യമായും കിടക്കുന്ന ഒരു പഴഞ്ചൻ കെട്ടിടം മാത്രമാണ്. മെല്ലെ അവൾ ഗേറ്റിൻ്റെ പുറത്തേക്ക് തിരികെ നടന്നു. ഇനി അവൾക്ക് പോകാനുണ്ടായിരുന്നത് സെമിത്തേരിയിലായിരുന്നു. അപ്പോഴും ബബിതയും രോഹിത്തും മനുശങ്കറും കൂടെ പോയി. ഇവിടെയാണ് മനുവേട്ട ബ്രിജിത്ത മമ്മിയെ അടക്കിയിരിക്കുന്നത്. ഒരു ചെറിയ കൽക്കുരിശുമായി വേറിട്ട് നിൽക്കുന്നൊരു കല്ലറ. ആർഭാടങ്ങളൊന്നുമില്ല. കോൺക്രീറ്റ് സ്ലാബും അതിന്മേൽ കോറിയിട്ട പേരും. ജനന മരണ തീയതികളുണ്ട്. അലീന ആ കല്ലറയ്ക്ക് മുമ്പിൽ കണ്ണുകളടച്ച് അല്പനിമിഷം ധ്യാനിച്ചു നിന്നു. അലീന ബ്രിജിത്ത മമ്മിയെക്കുറിച്ച് ധാരാളമായി പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം അതാരാണെന്ന്. അവൾ ആ ശവകുടീരത്തിന്റെ മുൻപിൽ കരഞ്ഞേക്കുമോ എന്നായിരുന്നു ബബിതയുടെ ആശങ്ക. കാരണം അലീനയുടെ ജീവിതത്തിൽ ബ്രിജിത്ത മമ്മി ചെലുത്തിയ സ്വാധീനം എത്രയധികമാണെന്നും അവൾ അവരെ എത്രയധികം സ്നേഹിച്ചിരുന്നുവെന്നും ബബിത മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ കണ്ണുകൾ തുറന്നപ്പോൾ അലീനയുടെ മുഖത്ത് ഒരു നറുപുഞ്ചിരിയുടെ വെളിച്ചമാണ് അവൾ കണ്ടത്. ഒരു ചൈതന്യം പകർന്നു കിട്ടിയതുപോലെ പ്രസന്നവധിയായിരിക്കുന്നു അവൾ. 4 പേരും തിരികെ കാറുകൾ പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് എത്തി. മാലതിയോടും ശിവശങ്കര മേനോനോടും ഗംഗാധര മേനോനോടും സംസാരിച്ചുകൊണ്ട് 2 കന്യാസ്ത്രീകൾ ഗേറ്റിന് പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. എല്ലാം കണ്ടു കഴിഞ്ഞോ? ഒരു കന്യാസ്ത്രീ പുഞ്ചിരിയോടെ തിരക്കുകയാണ്. അലീന സന്തോഷത്തോടെ തലയാട്ടി. എന്നിട്ട് ചോദിക്കുകയാണ്, ആ കെട്ടിടവും സ്ഥലവും അവർ വിൽക്കുമോന്ന് ഒന്ന് അന്വേഷിക്കാമോ? അലീനയുടെ ചോദ്യം ഗംഗാധര മേനോനടക്കം എല്ലാവരെയും ആശ്ചര്യഭരിതരാക്കി. കാരണം ഒന്നാമത് ആ കെട്ടിടത്തിനും സ്ഥലത്തിനും കൂടി നിസ്സാര വിലയൊന്നുമല്ല കൊടുക്കേണ്ടി വരിക. രണ്ടാമത് അത് വിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇങ്ങനൊരു സ്ഥലം വാങ്ങി അലീന എന്തു ചെയ്യാൻ പോകുന്നു? മനുശങ്കറിന്റെ മുഖത്ത് ഒരു മ്ലാനതയുടെ നിഴൽ വീണു. അലീനെ അത് വെറുതെ ചോദിച്ചതല്ല എന്ന് അവന് മനസ്സിലായി. സ്നേഹനികേതനം വീണ്ടും കാണുവാനുള്ള ആഗ്രഹത്തിന്റെയും ഈ സന്ദർശനത്തിന്റെയും പിൻപിൽ ഒരാലോചനയുണ്ടെന്ന് അവന് തോന്നി. കന്യാസ്ത്രീകളോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി തിരികെ പോകുമ്പോൾ അലീനയുടെ മുഖത്തെ ഉത്സാഹപ്രഹർഷം അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ടാനിയയാണ് സെൽഫോൺ കൊണ്ടുപോയി സ്റ്റാൻലിയുടെ കയ്യിൽ കൊടുത്തത്. നമ്പർ പ്രസ് ചെയ്തിട്ട് അയാൾ നീളൻ വരാന്തയിലൂടെ നടന്നു. ടാനിയ അതും നോക്കി തൂണും ചാരി നിന്നു. മറുവശത്തു നിന്ന് ഹലോയും ഗുഡ് ഈവനിങ്ങും കേട്ടപ്പോൾ അയാൾ തീരെ മയമില്ലാതെ ചോദിക്കുകയാണ്, നീ ഇപ്പോഴെവിടെയാ? ഞാനിവിടെ പാലയിൽ തന്നെ ഉണ്ട് പപ്പ. അലീനയുടെ വിസ്മയം പൂണ്ട മറുപടി. പപ്പ എന്താ അങ്ങനെ ചോദിച്ചേ? മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വിളിക്കാൻ ആർക്കാ വയ്യാത്തത്? ആഫ്രിക്കയിൽ പോയിരുന്നാലും വിളിക്കാം. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ? വരുന്നുണ്ട് പപ്പ. എന്ന്? അടുത്ത വർഷമോ? ഉടനെ വരും ഞാൻ. 2-4 ദിവസമെന്നും പറഞ്ഞ് നീ ഇവിടുന്ന് പോയിട്ട് ഇപ്പോൾ ദിവസം എത്രയായി? നിനക്കിത് ഓർമ്മയുണ്ടോ അലീന? പപ്പ, അച്ഛൻ ഹോസ്പിറ്റലിലായ വിവരം അവിടുന്ന് പോരുമ്പോൾ അറിയത്തില്ലായിരുന്നല്ലോ. അലീന, നീ 2-1 തീരുമാനിക്കുക. ഒന്നുകിൽ ആ വീട് അല്ലെങ്കിൽ ഈ വീട്. നിനക്കതാണ് കൂടുതൽ സുഖമെങ്കിൽ അവിടെ നീ സ്ഥിരമായി നിൽക്കുക. പപ്പ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞല്ലോ. ഒരു വീട് വിട്ടിറങ്ങിപ്പോയിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു ഉത്തരവാദിത്തം വേണ്ടേ? അങ്ങേയറ്റത്ത് അനക്കമില്ല, മൗനം. സ്റ്റാൻലി ഫോൺ ടാനിയയുടെ നേർക്ക് നീട്ടി. ഇനി നീ സംസാരിക്ക്, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. ടാനിയ ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തു. അലീന ചേച്ചി. മറുപടിയില്ല. ഹലോ അലീന ചേച്ചി. അയ്യോ, കട്ടായോ? ഉടനെ മറുതലക്കൽ നിന്നും ഹലോ കേട്ടു. ആഹാ, പിണങ്ങി മിണ്ടാതെ നിൽക്കുമായിരുന്നോ? പപ്പ ഇത്തിരി ചൂടില്ല അലീന ചേച്ചി. ഉടനെ അലീന, അവിടെ എന്താ കുഴപ്പമെന്ന് പറമോളെ. പപ്പയ്ക്ക് കണ്ണിൽ കാണുന്നതൊന്നും പിടിക്കുന്നില്ല. ഫുഡ് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ചേട്ടന് രാവിലെ കുറേ വഴക്ക് കൊടുത്തു. ടെൽസ ഏതാണ്ട് കുരുത്തക്കേട് കാണിച്ചതിന് അവൾക്കും കിട്ടി. മമ്മിയുടെ കാര്യം അറിയില്ലേ? അലീന ചേച്ചി ഇവിടുന്ന് പോയതിനു ശേഷം മുറിക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാ. അലീന ചേച്ചി എന്നാ വരുന്ന ഇങ്ങോട്ട്?
ഞാൻ ഉടനെ തന്നെ വരാം മോളെ. ഞാനില്ലാത്തപ്പോൾ നീ വേണ്ട എല്ലാം നന്നായിട്ട് നോക്കാൻ. ചേച്ചി, എൻ്റെ കണ്ണ് എല്ലായിടത്തും എത്തുന്നില്ല, അതാ പ്രശ്നം. ഹ, എത്തണം, അല്ലാതെ പറ്റില്ല. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവില്ലല്ലോ. അലീന ചേച്ചി എന്താ ഉടനെ കല്യാണം കഴിച്ചു പോകുന്നുണ്ടോ? ആ അതെ. ഒപ്പം ഒരു ചെറിയ ചിരിയും ടാനിയ കേട്ടു. ഓ, നിശ്ചയിച്ചോ? ആരാണ് വരൻ? അതൊക്കെയുണ്ട്. പേരൊന്നു പറയാ അലീന ചേച്ചി. നീ ടെൽസയ്ക്ക് ഫോണൊന്ന് കൊടുത്തേ. ടാനിയ വേഗം ഫോണുമായി മുറിയിലേക്ക് പോയി. ടെൽസ കട്ടിലിൽ പിണങ്ങിയിരിക്കുകയായിരുന്നു. എന്നാടി ഫോൺ? വേണ്ട. അവൾ പെട്ടെന്ന് മുഖം വെട്ടിച്ചു. എടി, അലീന ചേച്ചിയാണെന്ന്. അവൾ ഫോണിലേക്കൊന്ന് നോക്കി. വീണ്ടും പറയുകയാണ്, അലീന ചേച്ചിയാണെങ്കിലും വേണ്ട, ഞാനിപ്പോൾ കട്ട് ചെയ്യും. ടെൽസ കിടക്കയിലൂടെ നിരങ്ങി വന്ന് ഫോൺ വാങ്ങി. അലീന അവളോട് സംസാരിച്ചതും അവൾ കരച്ചിലും പരാതി പറച്ചിലും തുടങ്ങി. അലീന അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആരാടാ നിന്നെ വഴക്ക് പറഞ്ഞത്? ഞാനില്ലാത്തപ്പം ആരാ എൻ്റെ കൊച്ചിനെ കരയിച്ചത്? ഞാൻ അങ്ങോട്ട് വരട്ടെ? ചോദിക്കുന്നുണ്ട്. ചോദിക്കണേ. പപ്പയ്ക്ക് നല്ല വഴക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ ബൈജു ചേട്ടനെയും. ബൈജു ചേട്ടനെയോ? ബൈജു ചേട്ടൻ എന്ത് ചെയ്തു? ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി മഴ നനഞ്ഞപ്പോൾ എന്നെ ഓടിച്ചു. ആഹാ, എൻ്റെ മോൾക്ക് മഴ നനയാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? അത്രയ്ക്കായോ? ഞാൻ വരട്ടെ കേട്ടോ, ചോദിക്കാം. മോളോടെ വഴക്കുണ്ടാക്കാതിരിക്കണേ. അത് ടെൽസ സമ്മതിച്ചു. ഫോൺ ടാനിയയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. അലീന കടപ്പാട്ടൂരിൽ നിന്നും തിരിച്ചു പോവുകയാണ്. ഈ ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ബബിതയ്ക്കും കൃഷ്ണജയ്ക്കും അതറിഞ്ഞപ്പോൾ മുതൽ വല്ലായ്മയായി. രോഹിത് ബാംഗ്ലൂരിലായതുകൊണ്ട് അവനെ ഇത് അത്ര കണ്ട് ബാധിക്കുകയില്ല. ബബിത അപ്പോൾ വിഷാദത്തോടെ പറയുകയാണ്, അലീന ചേച്ചി ഇവിടെ താമസിച്ചാൽ മതിയായിരുന്നു. ഇവിടെയല്ലേ അമ്മ പോലും ഇല്ലാത്തത്. അവിടെയാണെങ്കിൽ ടാനിയായിക്കും ടെൽസയ്ക്കുമൊക്കെ അവരുടെ മമ്മിയുണ്ടല്ലോ. ആ കുട്ടികൾക്ക് മമ്മിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? നീ ഇവിടെ താമസിച്ചപ്പോൾ കണ്ടിട്ടുള്ളതല്ലേ. അവിടെ ഞാൻ ഏറ്റെടുത്ത ഒരു ജോലി തീർന്നിട്ടുമില്ല. ടെൽസയുടെ ചികിത്സ പാതി വഴിക്ക് കിടക്കുകയാണ്. ആൻറ്റിയെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോകണം. പിന്നെ എന്താണ്? കേട്ടാ തോന്നും ഭയങ്കര മലമറിക്കലാണെന്ന്. ഇതെല്ലാം കൂടി 2 ദിവസത്തെ ജോലിയേ ഉള്ളൂ അലീന ചേച്ചി. അതിന് എനിക്ക് നിന്റെ അത്രയും സ്പീഡുണ്ടോടി? ഞാനെല്ലാം പതുക്കെയല്ലേ ചെയ്യുന്നത്. ആ, ഇനി കളിയാക്കലൂടെ വേണ്ടട്ടോ. പോയിട്ട് എന്ന് വരും? അങ്ങനെ കൃത്യം ഡേറ്റ് വല്ലതും നോക്കണോടി. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഇനി വരാമല്ലോ. ആ തോന്നൽ വരുന്നത് എന്നാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ നിങ്ങൾക്ക് എന്നെ വേണമെന്ന് തോന്നിയപ്പോഴൊക്കെ ഞാൻ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞൊഴിയാൻ നോക്കണ്ട മോളെ. ഇനി മുതൽ ഇവിടെ ഒരാഴ്ച, പിന്നെ അവിടെ ഒരാഴ്ച, അങ്ങനെ മതി. ഒരിടത്ത് കുറഞ്ഞൊന്നും വേണ്ട, മറ്റൊരിടത്ത് കൂടിയൊന്നും വേണ്ട. ഇനി അത് പറ്റില്ലെങ്കിൽ എന്നെ കൂടി അങ്ങ് കൊണ്ടുവെക്കൂ. പ്രശ്നം തീർന്നല്ലോ. ഉടനെ കൃഷ്ണജി ഇടപെട്ടു. അയ്യടി മോളെ, ഇനി അങ്ങനെ വിടാമേ. ഇനി ഇവിടുന്ന് പോകുന്നത് ഞാനാ. ഞാൻ ഇന്നേ വരെ കുളത്തുപുഴയ്ക്ക് പോയിട്ടേ ഇല്ല. ബബിത കൃഷ്ണജയെ കൊച്ചാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, നിനക്ക് ആരുണ്ടടി കുളത്തുപുഴയിൽ? അല്ല, ഈ പറയുന്ന ചേച്ചിക്ക് ആരുണ്ടായിരുന്നു? ഒരു തവണ പോയപ്പോഴല്ലേ സ്റ്റാൻലി പപ്പയുമായിട്ട് കൂട്ടായത്. ഞാൻ പോയിട്ട് വരുമ്പോൾ അതിനേക്കാൾ വലിയ കൂട്ടായിരിക്കും. ബബിത എരികേറ്റിക്കൊണ്ട് പറയുകയാണ്. ഇനി അതിന് ചാൻസ് കുറവാ. അലീന ചേച്ചി, ഇനി എന്നെ കൊണ്ടുപോകണം കേട്ടോ. എനിക്കാ അലീന ചേച്ചിയെ തീരെ കുറച്ചു മാത്രം കിട്ടിയത്, എല്ലാവരും കൂടി ഒളിച്ചു വെച്ചിട്ട്. ഉടനെ അലീന പറയുകയാണ്, ബബിത ഇനി തർക്കിക്കാൻ നിൽക്കണ്ട. എൻ്റെ കൃഷ്ണമോളെ കുളത്തുപുഴയ്ക്ക് കൊണ്ടുപോയിട്ട് മാത്രമേ ഇനി വേറെ ആരെയും ഞാൻ കൊണ്ടുപോകുള്ളൂ. അത് കേട്ടതോടെ കൃഷ്ണമോൾക്ക് സമാധാനമായി. രാത്രിയിൽ ബാലചന്ദ്രമേനോൻ ഷോപ്പിൽ നിന്ന് വന്ന് അത്താഴത്തിനിരുന്നപ്പോൾ ബബിത പറയുകയാണ്, അച്ഛാ, അലീന ചേച്ചി നാളെ പോവാണ് കേട്ടോ. നാളെയോ? ബാലചന്ദ്രമേനോൻ നെറ്റി ചൊളിച്ച് അലീനയൊന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ നീ കുറച്ചു ദിവസം കൂടി താമസിച്ചാൽ സ്റ്റാൻലിക്ക് അവിടെ സമാധാനം കിട്ടത്തില്ലേ മോളെ? ഉടനെ ബബിത, അങ്ങനെ അങ്ങോട്ട് ചോദിക്കച്ചാ. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഈ അച്ഛനെ പറഞ്ഞാൽ മതി. അച്ഛനല്ലേ സ്റ്റാൻലി പപ്പായ അലീന ചേച്ചിക്ക് കാട്ടിക്കൊടുത്തത്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? അലീനയ്ക്ക് അവളുടെ വർത്തമാനം കേട്ടിട്ട് ചുണ്ടിൽ ചിരിയൂറി. ഉറങ്ങുവാൻ കിടക്കുന്നതിന് മുമ്പ് ബാലചന്ദ്രമേനോനുള്ള ഗുളികകളും ചൂടുവെള്ളവും എടുത്തു കൊടുക്കുമ്പോൾ അലീനയുടെ നേർക്ക് ചോദ്യം വന്നു. നീ പോയിട്ട് തിരിച്ചു വരുമോ? അച്ഛനെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഞാൻ ആരെയും ഉപേക്ഷിച്ച് പോവുകയല്ലോ. അല്ല, ഭാവിയെപ്പറ്റി നിനക്കൊരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ. നിനക്ക് 25 വയസ്സാവുന്നു. എന്താണ് നിന്റെ മനസ്സിൽ? അച്ഛനോട് ഞാനത് പറയാനിരിക്കുകയായിരുന്നു. ഞാൻ മിക്കവാറും കഴക്കൂട്ടത്തേക്ക് തിരിച്ചു പോവും. ബാലചന്ദ്രമേനോൻ ഉടനെ വിസ്മയാധീനനായി ചോദിക്കുകയാണ്, കഴക്കൂട്ടത്തേക്കോ? അവിടെ എന്താ? ബ്രിജിത്ത മമ്മി സ്വന്തം പ്രാണനേക്കാൾ വലുതായി കൊണ്ടു നടന്നൊരു പ്രസ്ഥാനം അവിടെ ഉണ്ടായിരുന്നു. സ്നേഹനികേതനം. അസുഖം വന്നു മരിച്ചു പോയതുകൊണ്ടാണ് അത് ഇടയ്ക്ക് വെച്ച് നിന്നു പോയത്. ഏറ്റെടുത്ത് നടത്താൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കൂടി മനസ്സ് വെച്ചാൽ അത് സാധിക്കുമെന്ന്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അച്ഛാ. അതിന് അച്ഛൻ്റെ സഹായം വേണം, പപ്പയുടെ സഹായം വേണം, എല്ലാവരുടെയും സഹായം വേണം. ബാലചന്ദ്രമേനോൻ നിഷേധരൂപേണ തലയാട്ടി. തുടർന്ന് അയാൾ പറയുകയാണ്, ഒരു വിവാഹം കഴിച്ച് സൗഖ്യവും സന്തോഷവുമുള്ളൊരു കുടുംബജീവിതത്തിലേക്ക് നടന്നു കയറേണ്ട നീ ജീവിതം പാഴാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അച്ഛൻ അങ്ങനെ പറയരുത്.
ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് രേവതിക്കുട്ടി മാമച്ചനങ്കിളിൻ്റെ വീട്ടിൽ അവരുടെ മകളെപ്പോലെ നിൽക്കുന്നത്, കുളത്തുപുഴയിൽ റാണി ആൻറ്റിയുടെ ചിന്നുമോൾ നിൽക്കുന്നത്. ഞങ്ങളെയൊക്കെ ഏറ്റെടുത്ത് സ്വന്തം മക്കളെ പോലെ വളർത്തുവാൻ ബ്രിജിത്ത മമ്മി എന്നൊരു അമ്മയുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. ബാലചന്ദ്രമേനോന് എതിർക്കുവാൻ ന്യായങ്ങളൊന്നുമില്ല. അച്ഛൻ്റെ സഹായം മാത്രമല്ല, അനുഗ്രഹവും വേണം, അലീന പറയുകയാണ്. ബാലചന്ദ്രമേനോൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ നിന്റെ കൂട്ടർ ജീവിതം സ്വപ്നം കണ്ട് ദിവസങ്ങൾ എണ്ണുന്നുണ്ട്, നീ അത് മറന്നോ അലീന? അലീന ഉത്തരമൊന്നും നൽകാതെ മൗനമായി നിന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.